ടൈം വാല്യൂ ഓഫ് മണി എന്ന കോൺസെപ്റ്റിനെ ഒരു സിമ്പിൾ എക്സാമ്പിളിലൂടെ പരിചയപ്പെട്ടാലോ? അസ്യൂം ചെയ്യാം എൻ്റെ കയ്യിൽ ഒരു 50,000 റുപ്പീസ് ഉണ്ട്. 2025 50,000 റുപ്പീസ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഇത് ഞാൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ബാങ്കിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ 10% പെർ ആനം എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ഓക്കെ, സോ ഒരു വർഷം കഴിയുമ്പോൾ എനിക്ക് ഇൻട്രസ്റ്റും അതുപോലെ എൻ്റെ ഈ പ്രിൻസിപ്പൽ എമൗണ്ടും കൂടെ കൂടിയതായിരിക്കും എൻ്റെ 2026 വാല്യൂ എന്ന് പറയുന്നത്, അല്ലേ? സോ എത്ര ആയിരിക്കും നമുക്ക് 2026 വാല്യൂ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ 2025 50,000 എൻ്റെ കയ്യിലുണ്ട്. ഇതിലേക്ക് 10% ഇൻട്രസ്റ്റ്, 10% 50,000ന്റെ 10% എങ്ങനെ കണ്ടുപിടിക്കുക? 50,000 into 0.1. 0.1 means fraction of 10%. So 50,000 into 0.1, that is 5,000. Right? So 50,000ഉം 5,000 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 55,000 കിട്ടും. ഇതിനെ നമ്മൾ 2026 വാല്യൂ എന്ന് പറയും, അല്ലേ? ഇതാണ് ഒരു കോമൺ മാൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഈ 50,000ന്റെ 2026 വാല്യൂ എന്ന് പറയുന്നത് 55,000 ആണ്. 2025 വാല്യൂ 50,000 ആണെങ്കിൽ 2026 ഈ സെയിം എമൗണ്ടിന്റെ വാല്യൂ 55,000 ആണ്, അല്ലെ? ഇതിനെ നമുക്കൊരു ഡിഫറെന്റ് വേയിൽ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. ഇതൊരു കോമൺ മാൻ്റെ കാൽക്കുലേഷൻ ആണ്. സോ നമുക്കത് മൾട്ടിപ്ലിക്കേഷനിലൂടെ ഇത് എങ്ങനെ ആഡ് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, സപ്പോസ് ഇവിടെ എൻ്റെ കയ്യിൽ 50,000 ഉണ്ട്. ഈ 50,000നെ ഞാൻ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് 50,000 തന്നെ കിട്ടുക, അല്ലെ? ദാറ്റ് മീൻസ് 50,000 ഉണ്ട്. ഈ 50,000നെ 0.1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലോ എനിക്ക് ഇൻട്രസ്റ്റ് എമൗണ്ട് എത്രയാണ് കിട്ടുന്നത്, അല്ലെ? എനിക്ക് രണ്ടും കൂടെ ഒരുമിച്ച് കിട്ടണം. കൂട്ടിയതിന് ശേഷമുള്ള എമൗണ്ട് ഒരുമിച്ച് കിട്ടണം. അപ്പൊ എന്ത് ചെയ്താൽ മതി? 1.1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഒരുമിച്ച് എന്ത് കിട്ടും? പ്രിൻസിപ്പൽ എമൗണ്ടും ആ ഇൻക്രിമെന്റൽ എമൗണ്ട് ആയിട്ടുള്ള 10% കൂടെ ഒരുമിച്ച് കിട്ടും, അല്ലെ? സോ 50,000 into 1.1 എത്രയാ? 55,000. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലിക്കേഷനിലൂടെ ആഡ് ചെയ്യുന്നത്, അല്ലെ? ഇനി ഇതിലേക്ക് നോക്കുന്ന സമയത്ത് 2025 സംബന്ധിച്ചിടത്തോളം ഇതെന്താ? പ്രസന്റിലുള്ള വാല്യൂ അല്ലേ? ഇതോ ഫ്യൂച്ചറിലുള്ള വാല്യൂ ആണ്. 2026 ഈസ് ഫ്യൂച്ചർ 2025 ഇസ് കൺസേൺ, അല്ലെ? അപ്പോ ഇതിനെന്താ വിളിക്കാം നമുക്ക്? ഇതൊരു ഫാക്ടറാണ്, ഒരു ഫ്രാക്ഷൻ എമൗണ്ട് ആണത്, അല്ലെ? സോ എന്ത് ഫാക്ടർ ആണത്? പ്രസന്റ് വാല്യൂവിനെ ഫ്യൂച്ചർ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഇതിനെന്തെന്ന് വിളിക്കാം? ഫ്യൂച്ചർ വാല്യൂ ഫാക്ടർ എന്ന് വിളിക്കാം, അല്ലെ? ഫ്യൂച്ചർ വാല്യൂ ഫാക്ടർ എന്ന് വിളിക്കാം. ഇവിടെ നമുക്ക് പ്രസന്റ് വാല്യൂവിനെ ഫ്യൂച്ചർ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്തു? ഫ്യൂച്ചർ വാല്യൂ ഫാക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോ ഫ്യൂച്ചർ വാല്യൂവിനെ പ്രസന്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഈ സെയിം ഫോർമുല നമുക്ക് ഉപയോഗിച്ചൂടെ, അല്ലെ? അത് ഇവിടെ എന്താ ചെയ്ത്? പ്രസന്റ് വാല്യൂ ഇൻറ്റു ഫ്യൂച്ചർ വാല്യൂ ഫാക്ടർ is equal to ഫ്യൂച്ചർ വാല്യൂ, റൈറ്റ്? ഇനി പ്രസന്റ് വാല്യൂ is equal to what? ഫ്യൂച്ചർ വാല്യൂ ഓൾറെഡി ഈക്വൽ സൈൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുണ്ട്. പ്രസന്റ് വാല്യൂ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഈ ഫ്യൂച്ചർ വാല്യൂ ഫാക്ടറിനെ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യും, അല്ലേ? അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതെന്തായിട്ട് മാറും? ഡിവിഷൻ ആയിട്ട് മാറും, അല്ലേ? അപ്പൊ ഈ ഒരു മാനറിൽ നമുക്ക് പ്രസന്റ് വാല്യൂ ഫ്യൂച്ചർ വാല്യൂയിലേക്കും ഫ്യൂച്ചർ വാല്യൂ പ്രസന്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഫ്യൂച്ചർ വാല്യൂവിനെ പ്രസന്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന എങ്ങനെ നോക്കാം. ഇപ്പൊ സപ്പോസ് നിങ്ങളുടെ കയ്യിൽ 55,000 2026 ഉണ്ടെങ്കിൽ അതിന്റെ 2025 വാല്യൂ എത്രയായിരുന്നു എന്നാണ് ചോദിക്കുന്നത്, അല്ലെ? ഫ്യൂച്ചർ വാല്യൂ വന്നിട്ടുണ്ട്, പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് ചെയ്യും? ഫ്യൂച്ചർ വാല്യൂ നമുക്കറിയാം 55,000 ആണ്. അതിന്റെ ഫ്യൂച്ചർ വാല്യൂ ഫാക്ടർ എത്രയാ? ഒരു വർഷത്തേക്കാണെന്നുണ്ടെങ്കിൽ 1.1, അല്ലെ? സോ പ്രസന്റ് വാല്യൂ is equal to 55,000 divided by 1.1. എത്ര ഉണ്ടായിരിക്കും? പ്രസന്റ് വാല്യൂ is equal to 50,000. സോ പ്രസന്റ് വാല്യൂവിനെ നമുക്ക് എന്ത് ചെയ്യാം? ഫ്യൂച്ചർ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതിനെ കോമ്പൗണ്ടിങ് എന്നാ പറയാം നമ്മള്. അതുപോലെ ഫ്യൂച്ചർ വാല്യൂവിനെ പ്രസന്റ് വാല്യൂയിലേക്ക് തിരിച്ച് ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യുക. അതിനെ ഡിസ്കൗണ്ടിങ് എന്നാണ് പറയുന്നത്.